ഇന്റേണൽ വാൾസ് വാട്ടർ പ്രൂഫിംഗ്, അതായത് ഒരു വീടിനകത്ത് നമുക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൽ നിന്നോ അല്ലെങ്കിൽ ടെറസിൽ നിന്നോ വാളിലുള്ള ക്രാക്കിൽ മൂലമോ അകത്തുണ്ടായ ഒരു ലീക്കേജ് അതുണ്ടാക്കിയ ഡാമ്പ്നെസ്സും ഗുരുതര പ്രശ്നങ്ങളും പുറമെ നിന്നുള്ള വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിന് ശേഷം ഉള്ളിലും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിന് ചൂസ് ചെയ്യാവുന്ന മെറ്റീരിയലുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു ലീക്കേജോ പ്രശ്നങ്ങളോ വന്നൊരു വീട്ടില് അതിൽ കടക്കുന്ന മോയ്സ്ചർ, അതിന്റെ അകത്ത് കടക്കുന്ന നനവ് അപ്പോൾ തന്നെ ഉണങ്ങിപ്പോവില്ല. എക്സ്റ്റേണൽ ഭാഗങ്ങളാകുമ്പോൾ വെയിൽ തട്ടിയിട്ടും വെന്റിലേഷൻ മുഖേനയും കാറ്റ് തട്ടിയിട്ടും ഇത്തരം നനവുകൾ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. വീടിന്റെ അകത്ത് പ്രത്യേകിച്ച് ബ്രിക്കിലും കോൺക്രീറ്റില്, പ്രത്യേകിച്ച് ബ്രിക്ക്, പോറസ് ആയിട്ടുള്ള കട്ട ബ്രിക്ക്, സോളിഡ് ബ്ലോക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ല. അപ്പൊ നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടിക്കാൻ പോകുന്ന പെയിന്റിന് ഡ്യൂറബിലിറ്റി, അതിന്റെ ഒരു ലൈഫ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ട് അടിക്കാൻ പോകുന്ന പെയിന്റിന് ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കോട്ടിങ്ങുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് ചൂസ് ചെയ്യേണ്ടത് മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആൻഡ് സിവിയർ കണ്ടീഷൻ അനുസരിച്ചാണ്. മൈൽഡ് ടു മോഡറേറ്റ് കണ്ടീഷനിലാണെങ്കിൽ എപ്പോക്സി ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് കോട്ടിങ്ങുകൾ വരുന്നുണ്ട്. ഇനി വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ സിമെന്റീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള മാപ്പയുടെ പ്ലാനിസിൽ 88 പോലത്തെ കോട്ടിങ്ങുകൾ അടിച്ചതിന് ശേഷം മാത്രമാണ് പെയിന്റിങ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മുടെ ഇന്റീരിയർ വാൾസിന് ഭംഗിയും ആ പെയിന്റുകൾക്ക് ഡ്യൂറബിലിറ്റിയും ഉണ്ടാവുകയുള്ളൂ.